നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അധികാരത്തിലെത്തുമെന്ന് ആണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ CPM നേതാക്കളാകട്ടെ ഇപ്പോഴും യാതൊരു തരത്തിലുമുള്ള അവകാശവാദങ്ങളൊന്നും തന്നെ ഉന്നയിക്കാതെ മാറി നിൽക്കുകയുമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു ചോദ്യം ഉയരുന്നത് UDFന് ഭരണം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. നിലവിൽ കേരളത്തിൽ മുഖ്യമന്ത്രിമാരാവാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ടുപേർ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. ഇവർ രണ്ടുപേരിൽ ഒരാളായിരിക്കുമോ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് ഒരു വലിയ വിഭാഗം UDF പ്രവർത്തകർ പറയുന്ന മറുപടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിരിക്കും ഭരണം കിട്ടിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ നിന്ന് പടിപടിയായി KSUയിലൂടെ എത്തി വളർന്ന് ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ, അതായത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള വലിയ പദവി വഹിക്കുന്ന ആളാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാനും കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകോപനം ഉണ്ടായത് KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്രയും കൃത്യതയോടുകൂടി ഇടപെട്ട മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. KC വേണുഗോപാൽ കേരളത്തിലെ ദീർഘകാലം മന്ത്രി MLA ആയിരുന്നു, ഇപ്പോഴും MP ആണ്. അദ്ദേഹം ദേശീയ തലത്തിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന കാര്യത്തിൽ KC വേണുഗോപാൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു. സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി കോൺഗ്രസുമായൊക്കെ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന സമുദായ നേതാക്കന്മാരെ ഒപ്പം കൂടെ നിർത്താനും, അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഇവിടെ എന്താണ് ആവശ്യമെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ് ബോധ്യമായി അവിടെ എല്ലാവിധ സഹായങ്ങളും സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ KC വേണുഗോപാൽ വളരെ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൃത്യമായി അറിയാം, കോൺഗ്രസ് നേതാക്കൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ വിജയത്തിന് പിന്നിലെ UDFൻ്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ശില്പി എന്ന് പറയുന്നത് KC വേണുഗോപാൽ തന്നെയാണ് എന്നാണ് KC വേണുഗോപാലിൻ്റെ അനുയായികൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിനെ കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് അയക്കുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും കേരളത്തിലെ വളരെ കാലത്തിന് ശേഷം, അതായത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുമ്പോൾ അതിനെ നയിക്കേണ്ടത് വളരെ കൃത്യമായി എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്ന, കൃത്യമായി ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളിനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിർബന്ധമുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ നെഹ്റു കുടുംബം ഒന്നടങ്കം KC വേണുഗോപാലിനെ നാളെ മുഖ്യമന്ത്രി ആക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വന്നാൽ അതിനെ തള്ളിക്കളയാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല അവർ അതിന് പൂർണ്ണ പിന്തുണ നൽകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ നേരത്തെ AK ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അങ്ങനെ മികച്ച ഭരണ പരിചയം കൂടിയുള്ള KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ ഒരു മുന്നണി സംവിധാനം, അതായത് ഈ കോൺഗ്രസ് ഉൾപ്പെടുന്ന, ലീഗ് ഉൾപ്പെടുന്ന, കേരള കോൺഗ്രസ് എല്ലാം ഉൾപ്പെടുന്ന UDFനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഭരണം കൂടി ലഭിക്കുമ്പോൾ. ഭരണത്തിലിരിക്കുമ്പോഴാണ് UDFൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഉൾപ്പാർട്ടി പ്രശ്നങ്ങളൊക്കെ തന്നെ ഭരണത്തിലിരിക്കുന്ന സമയത്താണ് കൂടുതലായി ഉണ്ടാകാറുള്ളത് എന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ പരിചയസമ്പന്നനായ, ഇവരെല്ലാവരെയും ഒരുമിച്ച് നയിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ ആളായി മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവല്ല KC വേണുഗോപാൽ എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറെ നേട്ടമായി അല്ലെങ്കിൽ അനുഗ്രഹമായി മാറും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവകാശപ്പെടുന്നത്. KC വേണുഗോപാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇനി നാളെ മുഖ്യമന്ത്രിയായി ചുമതലയേക്കേണ്ടി വന്നാൽ തന്നെ അദ്ദേഹത്തിന് കേരളത്തിലെ UDFൻ്റെ ഉറപ്പുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന്, അത് ആലപ്പുഴ ഉൾപ്പെടെ, നേരത്തെ അദ്ദേഹം നിയമസഭയിൽ പ്രതികരിച്ചിരുന്ന ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് അവിടെയുള്ള MLA രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രിയാകാൻ എളുപ്പത്തിൽ കഴിയും എന്നുള്ള കാര്യവും നമുക്ക് മാറ്റിവയ്ക്കാൻ കഴിയുന്നതല്ല. ഏതായാലും കോൺഗ്രസ്സിൽ കേരളത്തിലെ KC ഫാക്ടർ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോൾ ജയിച്ചു വരുന്ന UDFൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ MLAമാർക്കൊക്കെ തന്നെ KC വേണുഗോപാൽ തങ്ങൾക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങളെ വിസ്മരിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു വിഷയവും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഒരു പക്ഷേ ഇത് നിയമസഭാ കക്ഷിയിൽ ഒരു വോട്ടെടുപ്പ് വേണ്ടി വന്നാൽ പോലും ഭൂരിപക്ഷം പേരും KC വേണുഗോപാലിനെ തന്നെ പിന്തുണയ്ക്കാനാണ് സാധ്യത എന്നാണ് KC വേണുഗോപാലിൻ്റെ അനുയായികളും പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് KC വേണുഗോപാൽ നേരിട്ട് എത്തുകയും അദ്ദേഹം അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യും എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിലെ KC വേണുഗോപാലിൻ്റെ അനുയായികൾ പ്രതീക്ഷിക്കുന്നത്. KC തന്നെയാണ് ഈ വിജയത്തിൻ്റെ അണിയറ ശില്പി എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.